ഹലോ ഗൈസ്, ഒരു വ്യത്യസ്തമായൊരു കാര്യം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. 2 ദിവസമായിട്ട് മലയാളക്കരയാകി കേരളത്തിൽ മൊത്തത്തെ നമ്മളെല്ലാവരുടെയും മനസ്സുകളെ ഒരുപാട് വിഷമിപ്പിച്ച, അറിയാതെ വാർത്തകൾ കാണുമ്പോൾ നമ്മുടെ കണ്ണുനീരിന്ന് തോരാതെ വന്നുകൊണ്ടിരുന്നത് ഒരാൾക്ക് വേണ്ടിയായിരുന്നു. വെറും 1.5 വയസ്സുള്ളൊരു പിഞ്ചു കുഞ്ഞിന് വേണ്ടി. ഒന്ന് ചിന്തിക്കുക, അവനെ ആരാണ് കൊന്നത്? അവൻ ഈ അവസ്ഥ വരാൻ കാരണം ആരാണ്? നമുക്ക് ചുറ്റിനുമുണ്ട് ഒരുപാട് അമ്മമാർ. ഞാനും ഒരു അമ്മയുടെ ഗണത്തിൽ തന്നെ പെട്ടവളാണോ ഇവളും? ഞാനിവളെ പിശാചെന്നേ പറയും. ഒന്ന് ചിന്തിച്ചു നോക്കുക, വെറും 1.5 വയസ്സുള്ള കുഞ്ഞിനെ 2 കൈയും ഒടിക്കാൻ വരെ അവൾക്ക് മനസ്സ് വന്നുവെങ്കിൽ അവൾ മനുഷ്യ സ്ത്രീയാണോ? അല്ല, ഒരിക്കലുമല്ല. അവൾ മൃഗത്തിന് തുല്യം. വർഷങ്ങളോളം മക്കളില്ലാതെ അമ്പലങ്ങളിലും പള്ളികളിലും വഴിപാടും നേർച്ചയുമായി ദൈവത്തിൻ്റെ മുന്നിൽ കരഞ്ഞ് നിലവിളിക്കുന്നവർ. ആ കൂട്ടത്തിൽ പെടുന്നവളാണോ ഇവളും? ഞാൻ ഉദ്ദേശിച്ചത് ഒന്ന് മാത്രമാണ്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. ഈ ഒരു ദുഷ്ട സ്ത്രീക്ക് നമ്മുടെ നിയമം കണ്ടതിൽ വെച്ച് തന്നെ ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കുക. നമുക്ക് കയ്യൂർത്ത് നിൽക്കാം. ശരീരത്തിൽ നിന്ന് അവസാനത്തെ ജീവൻ്റെ തുടുപ്പ് വിട്ടു പോകുമ്പോഴും അവൻ നിലവിളിച്ചത് ഈ അമ്മയെന്ന് തന്നെ വിളിച്ചായിരിക്കില്ലേ? സംസാരം പോലും തിരിയാത്ത ഈ പിഞ്ചു കുഞ്ഞും അവസാനം വരെയും വിളിച്ചു കരഞ്ഞത് ഈ ദുഷ്ടയായ ഈ അമ്മയുടെ പേരിൽ തന്നെ ആയിരിക്കില്ലേ? കേരളക്കരയാകെ നിങ്ങളെല്ലാവരും ഒന്നിച്ചു നിൽക്കുക നമ്മുടെ കുഞ്ഞിൻ്റെ നീതിക്ക് വേണ്ടി. ഏറ്റവും വലിയ ശിക്ഷ തന്നെ ഇവർക്ക് വാങ്ങിച്ചു കൊടുക്കുക.